സൂര്യ എന്ന നടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാൻ്റെ ഒരു ആക്ടിംഗ് ആയാലും പെർഫോമൻസ് ആയാലും ഹാർഡ് വർക്ക് ആയാലും. സോ അങ്ങനത്തെ ഒരു ആക്ടറിന്റെ ഒരു സിനിമ ഒരുപാട് കാലത്തിന് ശേഷം തിയേറ്ററിൽ വരുവാണ്. ആ ഒരു സിനിമ കാണാനായിട്ട് ഒരുപാട് പ്രതീക്ഷയോടെ തിയേറ്ററിൽ പോവാണ്. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ഫീലും ഇല്ല. എന്തിനാണ് ഇങ്ങനത്തെ ഒരു മൂവി എന്നാണ് എനിക്ക് തോന്നിയത്. ആ ഒരു ട്രെയിലർ കണ്ടപ്പോൾ കിട്ടിയ ഒരു എക്സൈറ്റ്മെന്റും ആ ഒരു എൻഗേജിംഗ് ഫാക്ടർ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ സിനിമയുടെ എക്സൈറ്റ്മെന്റ് ലെവൽ പീക്കിലുണ്ട് എത്തിച്ചതായിരുന്നു. ചില പോർഷൻസ് ട്രെയിലറിൽ വർക്കായില്ലെങ്കിൽ പോലും എനിക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ സിനിമ കലക്കും പൊളിക്കും എന്നൊക്കെ. പക്ഷെ സിനിമ കണ്ടപ്പോൾ ശിവ അണ്ണൻ ഒരു 1.5 പണ്ണലാണ് പണി വെച്ചിരിക്കുന്നത്. വേറെ ഒന്നും പറയാനില്ല. വേസ്റ്റ് പടം. സൂര്യ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ ഡയലോഗ് ഡെലിവറി ആയാലും ആക്ഷൻസ് ആയാലും പുള്ളിക്കാരൻ്റെ ബോഡി ബിൽഡിംഗ് ആയാലും എല്ലാം അത്രമാത്രം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ആ ഒരു ആക്ടർ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നും അല്ലാത്ത രീതിയിലാണ് ഈ ഒരു സിനിമയിൽ പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ നല്ല വിഷമമുണ്ട് കേട്ടോ. ഒന്നുമില്ല സിനിമയിൽ. എനിക്ക് സിനിമയെ കുറിച്ച് എന്ത് പറയണമെന്ന് പോലും അറിഞ്ഞൂടാ. സ്റ്റാർട്ടിങ് ഒരു ഫ്രെയിം ഉണ്ട്, അവിടെ തുടങ്ങുന്ന ഒരു വെറുപ്പിക്കലാണ് അവസാനം വരെ. എനിക്ക് തോന്നുന്നു ആ ഒരു ടൈറ്റിൽ കാർഡിന് ശേഷം ആ ഒരു ഓഡിയൻസ് ഫുള്ള് ക്ലാപ്പ് അടിച്ചത് ലാസ്റ്റ് വരുന്ന ഒരു ക്യാമിയോ റോളാണ്. അതുവരെ എല്ലാവരും ഇങ്ങനെ ചത്തിരിക്കുകയായിരുന്നു, എന്തു ചെയ്യണമെന്ന് അറിയാത്ത അമ്മാതിരി ഒരു അവസ്ഥയായിരുന്നു. 7ാം മുറി പോലെയാണ് ഈ സിനിമ ചെയ്തു വെച്ചിരുന്നെങ്കിൽ പോലും ഞാൻ തിയേറ്ററിൽ നിന്ന് ഹാപ്പി ആയിട്ട് പുറത്തു വന്നേനെ. അതൊന്നുമല്ല. ഇതിന് പാസ്റ്റ് എന്താണെന്നോ പ്രസന്റ് എന്താണെന്നോ ഈ സിനിമയ്ക്ക് ഫ്യൂച്ചർ തന്നെ ഇല്ലാത്ത രീതിയിലാണ് സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത്. ആ ഒരു കങ്കു എന്ന ഒരു ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പ്രസന്റിലുള്ള ഒരു ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല. അവിടെ ഇവിടെ നിന്നൊക്കെ കുറെ കാണിക്കുന്നുണ്ട്. അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റോറി ഇല്ല, ഒന്നുമില്ല. ഒരുപാട് പൈസ ഉണ്ട്, അതുകൊണ്ട് തോന്നുന്ന പോലെയൊക്കെ സിനിമ ചെയ്തു വെക്കാം. കാണുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു സിനിമ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു നടനാണ്, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് പ്രതീക്ഷയോടാണ് തിയേറ്ററിൽ കയറിപ്പോയത്. വേറെ ലെവൽ എക്സ്പെക്ടേഷൻസ് ആയിരുന്നു എനിക്ക്. കാരണം അമ്മാതിരിയായിരുന്നു ഇതിന്റെ ട്രെയിലറും അല്ലെങ്കിൽ ഇതിന്റെ പ്രൊമോഷൻസ് ആയാലും സൂര്യ പറയുന്നതും ക്യാരക്ടേഴ്സും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സിനിമ കണ്ടിറങ്ങിയപ്പോൾ സത്യം പറയാൻ ഞാൻ ഒട്ടും ഹാപ്പിയല്ല. അത്ര വിഷമമുണ്ടായിരുന്നു. കാരണം ഇത്രയും കാലം വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഔട്ടാണ് കിട്ടുമ്പോൾ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണേ. നമ്മൾ ആ ഒരു ട്രെയിലർ കണ്ടപ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സും ഡയലോഗ്സും ആക്ഷൻസും ആ ഒരു വേറെ ലെവൽ വൈബായിരുന്നല്ലോ. അതൊക്കെ ഈ ഒരു സിനിമയിൽ ഉണ്ടെങ്കിൽ പോലും ഒന്നിനും ഒരു ഇമ്പാക്ട് ഇല്ലാത്ത രീതിയിലാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. ആൻഡ് ഈ ഒരു മൂവിയുടെ ടെക്നിക്കൽ സൈഡ് വരുവാണെങ്കിൽ തന്നെ ആ ഒരു മ്യൂസിക് ആയാലും VFX ആയാലും മൂവിയുടെ എഡിറ്റിംഗ് ആയാലും, മ്യൂസിക് എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് കഴിഞ്ഞാൽ അത്രമാത്രം വെറുപ്പിക്കുന്നുണ്ട്. ആൻഡ് എഡിറ്റിംഗിലോട്ട് വരുവാണെങ്കിൽ ചില വിഷ്വൽസിന്റെ ഒരു പ്രസന്റേഷൻ ഉണ്ട് കേട്ടോ, എന്ത് ബോറാണെന്ന് അറിയാമോ. ആൻഡ് മെയിൻലി എടുത്തു വരേണ്ട വേറൊരു കാര്യം VFX ആണ്. VFX നമുക്ക് യൂസ് ചെയ്യാം സിനിമയിൽ എന്നും പറഞ്ഞ് എൻ്റയർ മൂവിയിൽ VFX യൂസ് ചെയ്ത് വെക്കരുത് കേട്ടോ. വൻ ബോറാണ് അത് കാണാനായിട്ട്. വെള്ളം തെറിക്കുന്നതിന് VFX, ചില്ല് പൊട്ടുന്നതിന് VFX, ഒരു വൈൻ കുപ്പി VFX, കാട്ടിലെ ഇല അനങ്ങുന്ന VFX, ഇല വീഴുന്നത് VFX, തീ കത്തുന്ന VFX, തീ കത്തുന്നത് നിങ്ങളുടെ VFX, ഒരു തീപ്പട്ടി കത്തിച്ചാൽ പോരെ. ആൻഡ് ക്യാരക്ടേഴ്സിന്റെ കാര്യം ഞാൻ വേറെ ഒന്നും എടുത്ത് പറയില്ല, പറയാൻ ഒന്നുമില്ല. സൂര്യയും ഒരു ക്യാമിയോ റോളും വരുന്നുണ്ട്. അവർ രണ്ടുപേരും അല്ലാതെ ഈ സിനിമയിൽ വന്നു ബാക്കിയുള്ള ഒന്നും ഒരു യൂസും ഇല്ല. കാരണം സിനിമയിൽ ഒന്നുമില്ല. ഒരുപാട് പൈസ ഇറക്കിയിട്ടുണ്ട്, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. വലിയ രീതിയിൽ ഒരു ലാർജ് സ്കെയിലായിട്ടാണ് സിനിമ ചെയ്തിരിക്കുന്നത്. എന്നും പറഞ്ഞ് സിനിമ കാണുമ്പോൾ എന്തെങ്കിലും വേണ്ടേ. ഇനിയൊരു സെക്കൻഡ് പാർട്ട് ഉണ്ട്, അതിന്റെ അവസ്ഥ എന്താണെന്ന് കണ്ടറിയാം. വരുമോ ഇല്ലെന്നൊന്നും ഉറപ്പില്ല. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു സിനിമ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, അത്രേ ഉള്ളൂ. സോ ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.